നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴം കിട്ടില്ല എന്ന് കൃത്യമായി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് അമിത്ഷാ പ്രധാനമന്ത്രി കസേരയ്ക്ക് വേണ്ടി ശക്തമായി തന്നെ മുന്നോട്ട് വരികയാണ്. ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്നും ഒരു കയറ്റം കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് അമിത്ഷാ എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുക. കെജ്രിവാൾ ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി പദം ലക്ഷ്യമിട്ടുകൊണ്ട് മൂന്നാമത് നീങ്ങുന്ന നരേന്ദ്രമോദിക്ക് അത് ലഭിക്കില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ ഒതുക്കാൻ ഇവിടെ RSSൻ്റെ പരിപൂർണമായ പിന്തുണ വാങ്ങിക്കൊണ്ട് അമിത്ഷാ വലിയ രീതിയിലുള്ള കളികൾ നടത്തുകയാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരും ജ്യേഷ്ഠാനിയന്മാരെ പോലെ, രാമലക്ഷ്മണന്മാരെ പോലെയാണ് എന്നാണ് BJPയും RSS നേതൃത്വം വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല. അമിത്ഷായ്ക്ക് കൃത്യമായ അജണ്ടയുണ്ട് എന്നും അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നതെന്നും നരേന്ദ്രമോദിയെ മാറ്റുക എന്നുള്ളതാണ് അമിത്ഷായുടെ ലക്ഷ്യമെന്നും അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിക്കുമ്പോൾ അത് BJP പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കുന്ന ആശങ്ക വളരെ വലുതാണ്. മാത്രമല്ല, BJP നേതൃത്വത്തിന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു, അധികാര വികേന്ദ്രീകരണം അവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അത് തീർച്ചയായും BJP നേതൃത്വത്തെ വല്ലാതെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് മാത്രമല്ല, അത് BJP നേതൃത്വത്തിനുണ്ടാക്കുന്ന നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം BJP നടത്തുമെന്നും 350-ൽ കൂടുതൽ സീറ്റ് BJP നേടുമെന്നും കോൺഗ്രസ് 50 സീറ്റ് പോലും ലഭിക്കാതെ ചുരുങ്ങുമെന്നുമൊക്കെ മോദി ഗീർവാണമടിക്കുന്നെങ്കിലും യാഥാർത്ഥ്യം ഇതാണ് എന്നുള്ളതാണ് നേതൃത്വം ശക്തമായി പറയുന്നത്. അതായത് അമിത്ഷായുടെ നേതൃത്വം അധികാരത്തിലേക്ക് വരാനും നരേന്ദ്രമോദിയെ BJP നേതൃത്വത്തിൻ്റെ താക്കോൽ സ്ഥാനത്തു നിന്നും ഇറക്കാൻ വേണ്ടിയുള്ള കളികളാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് എന്നാണ് അമിത്ഷാ പറയുന്നത്. അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി അവിടെ നടക്കുന്നുണ്ട് രഹസ്യമായി. ഇത് തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് ഇനിയുള്ള ഘട്ടങ്ങളിലേക്ക് വോട്ടിന് ഗുണം ചെയ്യുന്ന രീതിയിലാണ് കെജ്രിവാളിൻ്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ശരിക്കും പ്രതിരോധത്തിലായിരിക്കുന്നു BJP എന്ന് തന്നെ പറയേണ്ടി വരും. BJP നേതൃത്വത്തിന് ഇത്രമേൽ പ്രതിരോധം വന്ന സാഹചര്യം വളരെ കുറവാണ്. ഗുജറാത്തിൽ നിന്നാണ്, ഗാന്ധിനഗറിൽ നിന്നാണ് അമിത്ഷാ തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ വാരണാസിയിൽ നിന്ന് നരേന്ദ്രമോദി മത്സരിക്കുകയാണ്. അതായത് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലേക്ക് മാത്രമായി ചുരുങ്ങുന്ന, അല്ലെങ്കിൽ അവിടേക്ക് ഒതുങ്ങുന്ന നരേന്ദ്രമോദിയെ കൃത്യമായും ഗുജറാത്ത് മോഡൽ രാഷ്ട്രീയം പറഞ്ഞ് പ്രധാനമന്ത്രി പദത്തിലേക്ക് അമിത്ഷാ ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ ഒരു തടസ്സമായി നിൽക്കുന്നത് മോദി ഫാക്ടർ തന്നെയാണ്. മോദിയെ മാറ്റുക എന്നുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അതിനുവേണ്ടിയുള്ള തീവ്ര ശ്രമമാണെന്നും ജ്യേഷ്ഠാനിയന്മാർ തമ്മിലുള്ള ഈ തമ്മിത്തല്ല് അത് വലിയ രീതിയിൽ BJPക്ക് നഷ്ടമുണ്ടാകും. അത് നഷ്ടത്തിലേക്ക് കലാശിക്കുന്ന കാലം വളരെ അടുത്ത് തന്നെ വരും എന്നുമാണ് കെജ്രിവാൾ കൃത്യമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയതോടുകൂടി BJP നേതൃത്വത്തിന് തന്നെ വലിയ തോതിൽ അസ്വസ്ഥതയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്.